പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 15-ാം അധ്യായമാണ്. അസറിയ യൂദ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ 27-ാം ഭരണവർഷം യൂദ രാജാവായ അമസിയായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യക്കോലിയ ആയിരുന്നു അവന്റെ അമ്മ. അവൻ പിതാവായ അമസിയായെ പോലെ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിന്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസറിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. ഇസ്രായേൽ രാജാക്കന്മാർ. സക്കറിയ. യൂദാ രാജാവായ അസറിയായുടെ 38-ാം ഭരണവർഷം ജെറോബോവാമിന്റെ പുത്രൻ സക്കറിയ സമരിയായിൽ ഇസ്രായേലിനെ 6 മാസം ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിന്റെ പുത്രൻ ഷല്ലും അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇപ്ലേയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി. സക്കറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴും എന്ന് കർത്താവ് യേഹൂവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. ഷല്ലും. യൂദാ രാജാവായ ഉസിയായുടെ 39-ാം ഭരണവർഷം യാബേഷിന്റെ പുത്രൻ ഷല്ലും ഭരണമേറ്റു. സമരിയായിൽ 1 മാസം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹെം തിർസായിൽ നിന്ന് സമരിയായിൽ വന്ന് യാബേഷിന്റെ പുത്രനായ ഷെല്ലുമിനെ വധിച്ച് രാജാവായി. ഷെല്ലുമിന്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പുവ നിവാസികൾ നഗരവാതിൽ തനിക്ക് വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹെം നഗരത്തെയും നിവാസികളെയും തീർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. മെനാഹെം. യൂദാ രാജാവായ അസറിയായുടെ 39-ാം ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനാഹെം ഇസ്രായേൽ ഭരണമേറ്റു. അവൻ 10 വർഷം സമരിയായിൽ ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസീറിയ രാജാവായ ഫൂൽ ഇസ്രായേലിനെതിരെ വന്നു. തന്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹെം അവന് 1000 താലന്ത് വെള്ളി സമ്മാനിച്ചു. മെനാഹെം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് 50 ഷെക്കൽ വെള്ളി വീതം ശേഖരിച്ചതാണ് ഈ പണം. അസറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനാഹെമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹെം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. പെക്കാഹിയ. യൂദാ രാജാവായ അസറിയായുടെ 50-ാം ഭരണവർഷം മെനാഹെമിന്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ 2 വർഷം ഭരിച്ചു. കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു.
നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയായുടെ പുത്രനും ആയ പെക്കാഹ് 50 ഗിലെയാദ്യരോടൊത്ത് ഗൂഢാലോചന നടത്തി. സമരിയായിലെ കൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയെ വധിച്ച് രാജാവായി. പെക്കാഹിയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെക്കാഹ് യൂദാ രാജാവായ അസറിയായുടെ 52 ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രായേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിന്റെ കാലത്ത് ഇയോൺ, ആബേൽ ബെത്മാക്ക, യനോവ, കേദേശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി. ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഇസ്സിയായുടെ മകൻ യോദാമിന്റെ 20 ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി. അവനെ വധിച്ച് രാജാവായി. പെക്കാഹിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദാ രാജാവ് യോഥാം റമാലിയായുടെ പുത്രൻ പെക്കാഹിന്റെ 2 ഭരണവർഷം യൂദാ രാജാവായ ഉസിയായുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സദോക്കിന്റെ മകളായ യെറൂഷ ആയിരുന്നു അവന്റെ മാതാവ്. പിതാവായ ഉസിയായെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിന്റെ ഉപരി കവാടം നിർമ്മിച്ചു. യോദാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റെസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോദാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി.